പ്രാവശ്യം ഇവിടെ വരികയും ഈ സ്ഥാപനം നടത്തുന്ന വലിയ സേവനം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ സോമരാജനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയതെല്ലാം പോകും. ഞാൻ പറയും, ഒരുവൻ ഗാന്ധി ഭവനിൽ പോയാൽ അവന് പുതിയ ദർശനം കിട്ടും, പഴയതിൽ നിന്ന് അവൻ മാറുകയും ചെയ്യും. കേരളം ദൈവത്തിന്റെ നാടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ദൈവം ഒഴിച്ചെല്ലാവരും ഈ നാട്ടിലുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തെ ഈ നാട്ടിൽ വിളിച്ച് എല്ലാ താലൂക്കിൻ്റെയും നേതാവായിട്ട് നമ്മുടെ ദൈവത്തെ ആക്കുന്ന ഗാന്ധി ഭവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. കേരളത്തിന്റെ ഒരു തിലകക്കുറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നാട്ടിൻ്റെ ഒരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പത്തനാപുരത്ത് ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. സ്ഥാപനം എന്നുള്ള പദപ്രയോഗം തെറ്റാണ്. അത് സ്ഥാപനമല്ല, ശരിക്കും ഒരു തറവാടാണ്. ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ ഒരു അനാഥാലയത്തിൽ പോകുന്ന പ്രതീതിയല്ല എനിക്കുണ്ടായത്. നേരെ മറിച്ചൊരു ഗാന്ധി ആശ്രമത്തിൽ പോകുന്നത് പോലുള്ള പ്രതീതിയാണ് ഉണ്ടായത്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അവിടുത്തെ അന്തേവാസികളുടെ പെരുമാറ്റമാണ്. അവിടുത്തെ സേവനമനുഷ്ഠിക്കുന്ന ചെറുപ്പക്കാരുടെയും ഇത് നടത്തുന്നവരുടെയും. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ശുചിത്വമാണ്. മാത്രം ചെയ്ത് കഴിഞ്ഞ ചുരുക്കം ചില ആളുകളുടെ വ്യക്തികളുണ്ട്. അവരുടെ ചുവട് പിടിച്ച് ഈ പ്രസ്ഥാനത്തിൽ ഇതിലൂടെ എല്ലാവരുടെ ജീവിത സാഫല്യം കാണാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസം എല്ലാവിധ വിഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദേവാലയമാണ്. പത്തനാപുരത്തിന്റെ MLA എന്ന രീതിയിൽ പത്തനാപുരത്തെ ഏറ്റവും വലിയ അഭിമാനമാണ് ഗാന്ധി ഭവൻ. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി സ്നേഹം മാത്രം പങ്കുവയ്ക്കുന്ന ഒരു സ്നേഹരാജ്യമാണ്. ഈശ്വരൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ കുട്ടികൾ പറയണം ഗാന്ധി ഭവനിലുണ്ട്, അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരനെ കാണാൻ സാധിക്കും എന്ന് പറയണം. നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങളിലൂടെ ഈശ്വരനെ കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഗാന്ധി ഭവൻ എന്നാൽ കേരളത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുക. ജനപ്രതിനിധികളായ ഞങ്ങളുടെ മുന്നിലേക്ക് അശരണരും ആലംബഹീനരുമായ ആളുകൾ കടന്നു വരുമ്പോൾ അവരെ എവിടെ എത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ആലയം ഗാന്ധി ഭവനാണ്. സ്വന്തം മക്കൾ നോക്കുന്നതിനേക്കാൾ ഉപരിയായി എല്ലാ അർത്ഥത്തിലും ഇവിടെയുള്ള അന്തേവാസികൾക്ക് എല്ലാ സഹായങ്ങളും എല്ലാ അർത്ഥത്തിലുമുള്ള പരിചരണങ്ങളും നൽകപ്പെടുന്ന പലതരത്തിലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വളരെ കൃത്യമായ രീതിയിലാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ കണ്ടപ്പോൾ ചില ആളുകളൊക്കെ എന്നെ നേരത്തെ അറിയുന്ന ആളുകളാണ് ഇവിടെ കഴിയുന്ന പ്രായമുള്ള ആളുകളൊക്കെ, അമ്മമാരും പ്രായമുള്ള ആളുകളൊക്കെ. അപ്പോൾ നിരവധി പേർ ഗാന്ധി ഭവനിലെത്തുന്നു. അവർ നൽകി വരുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ, ഈ സഹായങ്ങളാണ് ഗാന്ധി ഭവന് ശക്തിയാകുന്നത്. ഗാന്ധി ഭവൻ ഇന്നൊരു കുടുംബമാണ്. ഇവിടുത്തെ അംഗങ്ങൾ അനാഥരല്ല, അനാഥരായി വന്ന് സനാഥരായവരാണ്. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കഴിയുന്ന ഇവർക്ക് സമ്പാദ്യങ്ങളില്ല, സ്വത്തുണ്ടാക്കാൻ ആഗ്രഹങ്ങളില്ല, ആരോടും പരാതിയോ പരിഭവമോ വിദ്വേഷമോ ഇല്ല. വിധിയെപ്പോലും പഴിക്കാതെ ഇവരെപ്പോഴും പ്രാർത്ഥിക്കുന്നു, സ്വന്തം ആവശ്യങ്ങൾക്കല്ല, സമൂഹത്തിന്റെ നന്മയ്ക്കായി. ഹൃദയം നുറുക്കുന്ന സങ്കടങ്ങളുടെ വലിയൊരു കടൽ ഉള്ളിലൊതുക്കി
ആർക്കും വേണ്ടാതായ കുറേയേറെ പാഴ്ജന്മങ്ങൾ ഇവിടെ ആരെയൊക്കെയോ കാത്തിരിപ്പുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ അനാഥാലയത്തിന്റെ കന്മതിൽ കെട്ട് കടന്നുവരുന്ന മകനോ മകൾക്കോ പ്രിയപ്പെട്ടവർക്കോ വേണ്ടി. സൂര്യൻ വെറുതെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലങ്ങൾ മാറി മാറി വരുന്നു. പക്ഷേ മാറ്റമില്ലാതെ അവരിവിടെ കാത്തിരിപ്പ് തുടരുന്നു. എന്നെങ്കിലും അസ്തമയം ഇവരെയും തേടിയെത്തും. അതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഒരു പിൻവിളിക്കായി കാതോർത്ത്